അനുമോളും നൂറയും ആദിലയും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇവരെ 3 പേരെയും കൂടെ ഒരുമിച്ച് ക്യാപ്റ്റനാക്കിയത് എന്തിനാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഇവരുടെ സ്വഭാവം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ബിഗ് ബോസ് തന്നെ അത് ചെയ്തതാണ്. 3 എണ്ണത്തിൻ്റെ സ്വഭാവം ഇപ്പോൾ മനസ്സിലായിട്ടില്ലേ, എല്ലാം ഒന്നിനൊന്നും മെച്ചം. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു എന്തിനാണ് ഈ 3 എണ്ണത്തിനും കൂടെ ഒരുമിച്ച് ഈ ഒരു ക്യാപ്റ്റൻസി സാധനം കൊടുത്തതെന്ന്. പക്ഷേ ഇപ്പം മനസ്സിലായി, വൃത്തികെട്ട സ്വഭാവമാണ് 3 എണ്ണത്തിൻ്റെ എന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അത് അനുമോൾ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ബിഗ് ബോസ് അത് പ്ലാൻ ചെയ്ത് തന്നെ കൊടുത്തതാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇവർ 3 പേരും ഒന്നിച്ച് കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എല്ലാ ഇഷ്യൂസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമെന്ന് ബിഗ് ബോസ് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം 3 പേരെയും ഒരുമിച്ച് ക്യാപ്റ്റനാക്കിയത്. അത് അവർക്കൊരു ലോട്ടറി അടിച്ച പോലെയാണ് അവർ സ്വീകരിച്ചതെങ്കിലും അവർക്കിട്ടുള്ളൊരു പണിയായിട്ടായിരുന്നു ബിഗ് ബോസ് അത് കൊടുത്തത് എന്ന് ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അത് അനുമോൾ നൂറയോടും ആദിലയോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അഹങ്കാരം കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. എന്തായാലും നെവിൻ പുറത്താകുമോ ഇല്ലയോ എന്ന് ഷാനവാസ് ആശുപത്രിയിൽ നിന്ന് വരുമ്പോൾ അറിയാം. ഇമ്മീഡിയറ്റ് ആയിട്ട് പുറത്താക്കി കഴിഞ്ഞാൽ നെവിനത് ഭാഗ്യമെന്ന് കൂട്ടിയാൽ മതി. അതല്ലെങ്കിൽ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ നെവിനെ ഇട്ട് വലിച്ചു കീറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആര്യനെയും അക്ബറിനെയും പുറത്താക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടില്ല എങ്കിലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ അവർക്ക് വയറ് നിറച്ച് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.